സംസ്ഥാനത്തിന് കേന്ദ്ര ഫണ്ട് നിഷേധിച്ച വിഷയത്തിൽ പരസ്പരം വാക്പോരുമായി പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF, UDF സ്ഥാനാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയപ്പോൾ പ്രതികരിക്കാൻ ഒരു UDF നേതാവ് ഉണ്ടായിട്ടുണ്ടോ എന്ന തോമസ് ഐസക്കിന്റെ ഫേസ്ബുക്കിലെ പോസ്റ്റിന് കേരളത്തിലെ UDFന്റെ MPമാർ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഫോട്ടോ ഇട്ടുകൊണ്ടാണ് ആന്റണി മറുപടി നൽകിയത്. LDFും UDFും വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുന്നതിന് പകരം തങ്ങൾ വേറെ നിവേദനം കൊടുത്തോളാം എന്ന നിലപാടാണ് UDFന്റേതെന്ന് ആന്റണിക്ക് മറുപടിയുമായി തോമസ് ഐസക് വീണ്ടും രംഗത്തെത്തി. കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേന്ദ്രത്തിലെ ധനകാര്യ മന്ത്രാലയത്തിന് ഒരു നിവേദനം നൽകാനായിട്ട് കേരളം തയ്യാറായിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ആ നിവേദനത്തിൽ ഒപ്പിടാനായിട്ട് തയ്യാറാണെന്ന് UDF MPമാരുടെ ഭാഗത്തു നിന്നും അന്വേഷിച്ച സാഹചര്യത്തിൽ UDF MPമാർ പറയുന്നത് തങ്ങൾ അതിന് തയ്യാറല്ല. കാരണം ആ നിവേദനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെയായി ഒന്നും പറയുന്നില്ല, മാത്രമല്ല ധനമന്ത്രിയെ പറ്റിയും കുറ്റങ്ങളൊന്നും തന്നെ പറയുന്നില്ല. അതുകൊണ്ട് അത്തരമൊരു നിവേദനത്തിൽ തങ്ങൾക്ക് ഒപ്പിടാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതായിരുന്നു അന്നത്തെ UDF MPമാരുടെ നിലപാട്. അത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്കെല്ലാം തന്നെ സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേരളത്തിന്റെ ഭാഗത്തു നിന്നും ഒരു LDF, UDF സഖ്യം ഒരുമിച്ച് തന്നെ കേന്ദ്രത്തിന് നിവേദനം കൊടുക്കാം, അല്ലെങ്കിൽ കേന്ദ്രത്തിനെതിരെ പോരാടാം എന്ന് പറഞ്ഞ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. കേരള സർക്കാർ അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ നിന്നും UDF വിട്ടുനിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം തന്നെയായിരുന്നു. UDFനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയുടെ പ്രധാന കാരണമായി UDF അന്നും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ ദൂർത്ത് തന്നെയാണ്, അല്ലെങ്കിൽ പിടിപ്പുകേട് തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും തെരഞ്ഞെടുപ്പ് ചൂട് അത്ര കണ്ട് തന്നെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ വീണ്ടും ഈ പ്രതിസന്ധി എല്ലാം തന്നെ ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ LDF സർക്കാരിനെ എതിരെ ആഞ്ഞടിക്കാനുള്ള ഒരു ഉപകരണമായി തന്നെ, അല്ലെങ്കിൽ ഒരു ആയുധമായി തന്നെയാണ് UDF ഈ ഒരു പ്രതിസന്ധിയെ കണക്കിലെടുത്തിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായ തോമസ് ഐസക്കിന്റെ പോസ്റ്റ് ഇപ്രകാരമാണ്: കേരളത്തിന് അർഹമായ ഫണ്ടുകൾ തടഞ്ഞ് ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പ്രതികരിക്കാൻ ഒരു UDF നേതാവ് ഉണ്ടായിട്ടുണ്ടോ? ശ്രീ ആന്റണി പറയുന്നത് കോൺഗ്രസ് MPമാർ പ്രത്യേകം കേന്ദ്രത്തിന് നിവേദനം കൊടുത്തിട്ടുണ്ട് എന്നാണ്. കോൺഗ്രസ് കൊടുത്ത നിവേദനമൊന്നും തന്നെ നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. അവർ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും പരസ്യമായി പറഞ്ഞിട്ടുണ്ടോ? ഏറ്റവും അടുത്ത് നടന്ന സംഭവം എടുത്താൽ സുപ്രീം കോടതി കേസിനെ തുടർന്ന് കേരളത്തിന് 1,33,068 കോടി രൂപയ്ക്ക് അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചതാണ്. പക്ഷേ ഈ തുക ലഭ്യമാക്കണമെങ്കിൽ സുപ്രീം കോടതിയിലെ കേസ് പിൻവലിക്കണമെത്രേ. ഈ നിലപാടിനെതിരെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചോ? ശ്രീ ആന്റണിക്ക് ഉത്തരമില്ല. അതായത് തോമസ് ഐസക്കിന്റെ പോസ്റ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ മനസ്സിലാകും ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആ പോസ്റ്റ് ഉന്നം വെക്കുന്നത് UDF സ്ഥാനാർത്ഥിയായ ആന്റണിയെ തന്നെയാണ്. അതായത് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം UDFനെതിരെയുള്ള ഒരു പ്രചരണ ആയുധമായി തന്നെയാണ് ഈ വിഷയത്തെ കണക്കിലെടുത്തത് എന്ന് വേണം. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആന്റണിയുടെ പ്രതികരണം എന്ന് പറയുന്നത് കൃത്യമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തന്നെയാണ്. അതായത് ഇരു നേതാക്കളും തമ്മിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പരസ്പരം വെല്ലുവിളിക്കുന്നത്. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു പോസ്റ്റിൽ ഒതുങ്ങുന്നതല്ല ഈ വെല്ലുവിളി എന്ന് വേണം മനസ്സിലാക്കാൻ. തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എല്ലാ പോസ്റ്റുകളിലും കൃത്യമായി തന്നെ ആന്റണിയെ ഉന്നയിച്ചുകൊണ്ടുള്ള ചില വാക്കുകളും ഭാഷ്യങ്ങളെല്ലാം തന്നെ പ്രകടമാകുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതികൾ മുടങ്ങുന്ന സാഹചര്യത്തിൽ അത് LDFനെതിരെയുള്ള ജനവികാരമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് UDF കരുതിയതെന്നും ഇപ്പോൾ UDF പ്ലേറ്റ് മാറ്റിയതാണെന്നും തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നുണ്ട്. മണ്ഡലത്തിൽ നിർമ്മാണം പൂർത്തിയാകാത്ത പാലങ്ങൾ, മേൽപ്പാലങ്ങൾ എന്നിവ LDFന് എതിരെ UDF പ്രചരണ ആയുധമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര ഫണ്ട് ലഭ്യമാകാത്തത് കൊണ്ടാണ് പല പദ്ധതികളും പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നതെന്നാണ് ഇക്കാര്യത്തിൽ LDFന്റെ വാദമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ മനസ്സിലാക്കേണ്ടത് തോമസ് ഐസക്കിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്കെതിരെ, അതായത് LDF സർക്കാരിനെതിരെ വരാൻ സാധ്യതയുള്ള എല്ലാ പഴികൾക്കും ഒരു പ്രതിരോധം തീർക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചെയ്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ മുടങ്ങിക്കിടക്കുകയാണെങ്കിൽ അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കേന്ദ്ര ഫണ്ട് തന്നെയാണ്. ആ കേന്ദ്ര ഫണ്ടിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള നീക്കുപോക്കും ഉണ്ടാക്കുന്നതിൽ UDFന്റെ ഭാഗത്തുനിന്നും സഹായം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ കേരളം ഇക്കാര്യങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ടല്ല പ്രവർത്തിച്ചത്. ഫണ്ടില്ലാത്ത ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് അക്കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ നടപ്പിലാക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ ഇതിനുള്ള മറുപടി ആന്റണി നൽകുന്നുണ്ടെങ്കിലും LDFനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു പ്രതിരോധം തീർക്കാനായിട്ട് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തോമസ് ഐസക് ശ്രമിക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ.